ஒரே நாளில் belly fat எப்படி குறைப்பது? ஆலோசனை சொல்கிறார் செல்லப்பா. யார் இந்த செல்லப்பா? ഹായ്. അപ്പോ ഒറ്റ ദിവസം കൊണ്ട് കുടവേറെ കുറയ്ക്കാൻ വേണ്ടി വന്നവരായിരിക്കും കൂടുതൽ പേര്. உங்களுக்காக குறைக்கிறேன், அதுவும் இந்த தம்பி நல்ல மனசுக்காக குறைக்கிறேன். അതിന്റെ കാര്യം ലാസ്റ്റ് പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് നമ്മൾ ഫാറ്റ് കുറയ്ക്കണം പറഞ്ഞിട്ട് യൂട്യൂബിലാണെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയണ കാര്യം നിങ്ങൾ നാരങ്ങ വെള്ളം ചുടുവെള്ളത്തിൽ കലക്കി കുടിക്കുക, തേന് ചുടുവെള്ളത്തിൽ കലക്കി കുടിക്കുക എന്നുള്ള കാര്യങ്ങളായാലും, ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് വാങ്ങി കെട്ടിക്കുക പറയാ, പിന്നെ ഡെയിലി ആപ്സിന് വർക്ക്ഔട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ പറയണമായിരിക്കും കൂടുതൽ. പിന്നെ കുറച്ചുപേര് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, സയന്റിഫിക് ആയിട്ട് എന്തൊക്കെ ചേഞ്ചാ വരുത്തുന്നത്, ഫാറ്റ് നമ്മൾ എന്തുകൊണ്ടാണ് കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ ഈ കാണുന്നവര് അതിന് വേണ്ടിയിട്ടായിട്ടുള്ള കാണുന്നത് അവർക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫാറ്റ് കൊണ്ട് ദോഷമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ അത് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതികൾ കാണാൻ വേണ്ടി വന്നവരായിരിക്കും കൂടുതൽ. ഇപ്പൊ ഞാനാണെങ്കിലും എനിക്കിപ്പോ സൈക്കിൾ ഓട്ടാൻ പഠിക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ ഓട്ടുന്നത് എങ്ങനെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അതിനുള്ള മെക്കാനിക്സം കൂടുതൽ പേർക്കും പഠിക്കണമെന്നുണ്ടാവില്ല. பொண்டாட்டி உன்னை செருப்பால் அடிச்ச கதையெல்லாம் நான் கேட்கல. அன்னைக்கு மதியம் 1 மணிக்கு மாமா பக்கம் ஆஸ்பத்திரிக்கு வந்தியா? அப்போ காலில் என்ன ஓதினாரு அதை மட்டும் சொல்ல. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഈ കാര്യം മാത്രം പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫാറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വന്നിട്ട് വിസറൽ ഫാറ്റും, ഇന്നൊന്ന് വന്നിട്ട് സബ്കട്ടേനിയസ് ഫാറ്റും. വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗൻസിന് ചുറ്റുമുള്ള ഫാറ്റിനെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയാം. അതുപോലെ സബ്കട്ടേനിയസ് ഫാറ്റ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് എല്ലാവരുടെയും കണ്ടുവരുന്നത്, നമ്മൾക്കൊന്നും തൊടുമ്പോൾ കുളകളൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ ദശയ്ക്കും മസിൽസിനും ഇടയിലുള്ള ഫാറ്റിനെയാണ് സബ്കട്ടേനിയസ് ഫാറ്റ് പറയുക. സബ്കട്ടേനിയസ് ഫാറ്റ് കുഴപ്പമില്ല, ഏകദേശം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഈ വിസറൽ ഫാറ്റ് ഭയങ്കര ഡേഞ്ചർ ആണ്. ഇത് കാരണമാണ് നമുക്ക് ഷുഗർ, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ എല്ലാ പ്രശ്നവും വരുന്നത് ഈ വിസറൽ ഫാറ്റ് കാരണം. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഓർഗൻസിന് ചുറ്റും, അതായത് ലങ്സ്, ഹാർട്ട്, അതിന് ചുറ്റും ഫാറ്റ് കൂടുന്ന സമയത്ത് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു വെച്ചാൽ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒരു കാറിന് ആക്സിലറേറ്ററും ബ്രേക്കും ഒരുമിച്ച് കൊടുക്കുമ്പോൾ എത്രത്തോളം പ്രഷർ വരണോ അത്രയും പ്രഷർ നമ്മുടെ ഓർഗൻസിന് വരും. കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മുടെ ബോഡി, എല്ലാവർക്കും ഓരോ ബോഡി ഫാറ്റ് പെർസെന്റേജ് ഉണ്ടാവും. നമ്മുടെ ബോഡീന്റെ 1% ഫാറ്റ് ഒരാഴ്ചയിൽ കുറയ്ക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക്, ഇപ്പൊ നിങ്ങൾ 100 കിലോ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ 1% വെച്ചാൽ 1 കിലോ ഒരാഴ്ചയിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ 85 കിലോ ആണെന്ന് വെച്ചാൽ 850 ഗ്രാം ഇതിങ്ങനെ ഒരാഴ്ചയിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. ശരി, 1% കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫുഡിലുള്ള കാർബിന്റെ കണ്ടന്റ് കുറയ്ക്കുക, അതായത് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കുക, പ്രോട്ടീൻ കൂട്ടുക, അതുപോലെ തന്നെ നമ്മുടെ ഫൈബറും കൂട്ടുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിൽ, ഷുഗർ കുറയ്ക്കാൻ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഷുഗറിൽ ഫ്രക്ടോസ് കൊണ്ടൊരു കണ്ടന്റ് ഉണ്ട്. ഷുഗർ എന്ന് വെച്ചാൽ നിങ്ങൾ പഞ്ചസാര മാത്രം കണക്കിലെടുക്കണ്ട, നമ്മൾ ശർക്കര, അതായത് വെല്ലം ആണെങ്കിലും തേനാണെങ്കിലും എല്ലാത്തിലും ഫ്രക്ടോസ് കൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ എല്ലാം കുറച്ച് തന്നെ ആവണം, കാരണം അതും നമ്മുടെ ഉള്ളിലുള്ള ഫാറ്റ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്തുകൊണ്ട് കുറയ്ക്കണം പറയാൻ കാരണം, കാർബോഹൈഡ്രേറ്റ് വെച്ചാൽ നമ്മൾ ചുറ്റുള്ള എല്ലാമേ ഈസി ആയിട്ട് അവൈലബിൾ ആണ് കാർബോഹൈഡ്രേറ്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സാധാരണക്കാരന്റെ വീട്ടിലുള്ള ഫുഡ് റൂട്ടീൻ എടുത്താൽ തന്നെ രാവിലെ ദോശയായിരിക്കാം, ഉച്ചയ്ക്ക് ചോറായിരിക്കും, വൈകുന്നേരം വല്ല ഉപ്പുമാവായിരിക്കും. ഇത് മൂന്നിലുള്ളത് കാർബോഹൈഡ്രേറ്റിനാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ആയിട്ട് വയറ് നിറയെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയും ചെയ്യും. ബാക്കിയുള്ള വൈറ്റമിൻസ്, പ്രോട്ടീനും കഴിക്കാൻ സ്ഥലവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. സോ കാർബോഹൈഡ്രേറ്റ് നോക്കണം. കൂട്ടാന്റെ പകരം ചോറിന്റെ അത്ര നമ്മൾ വെജിറ്റബിൾസ് ആണ് കഴിക്കേണ്ടത്. വെറും സൈഡ് ഡിഷിന്റെ അത്രേ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടും. അതുപോലെ തന്നെ ഞാൻ പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കണം പറയാൻ കാരണം എന്ന് വെച്ചാൽ, പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ മസിൽ ബിൽഡ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ട്രെങ്ത് കൂട്ടാൻ ഇതാണ് സഹായിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ അത്രയും അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് പ്രോട്ടീൻ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, കുറെ ഫുഡ് വരും. ഇതിൽ നമുക്ക് ഏതാണ് ഡെയിലി കഴിക്കാൻ പറ്റുക, അഫോർഡബിൾ ആയിട്ടുള്ള എന്തൊക്കെയുണ്ട്, ചീപ്പ് ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. ഈവൻ ദോ നമ്മൾ എവിടെയെങ്കിലും ബിരിയാണിയോ വല്ലതും കഴിക്കാൻ പോയിക്കെന്ന് വെച്ചാൽ, ഫസ്റ്റ് അതിലുള്ള മീറ്റ് അല്ലെങ്കിൽ ഇറച്ചി കഴിച്ചതിന് ശേഷം ഫുഡ് അതിലുള്ള റൈസ് കഴിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻ ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കാർബിലോട്ട് പോയാൽ മതി. കാരണം നമ്മൾ കാർബ് എത്ര കഴിച്ചാലും വയറ് നിറയാത്ത പോലെ ഉണ്ടാവുള്ളൂ, വീണ്ടും കഴിക്കാൻ പോകും. ഇറച്ചി അങ്ങനെയല്ല, പെട്ടെന്ന് നമുക്ക് സേഷ്യേറ്റ് ആവും, അതായത് മതിയാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫില്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യുന്നതിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫൈബർ നന്നായിട്ട് കഴിക്കുക. ഫൈബർ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ വെജിറ്റബിൾസ് എടുക്കുന്നത് തന്നെയായിരിക്കും. അപ്പൊ ഞാൻ ഫുഡ് മാത്രം എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുറച്ച് പേരുടെ അടുത്ത് ഈ കാര്യം പറയുന്ന സമയത്ത് അവർ പറയാണ്, ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കാം, കാരണം ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് എനിക്കൊന്നും പ്രശ്നമില്ല. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നല്ല നല്ല അത്ലീറ്റ്സ്, ഇപ്പൊ വിരാട് കോഹ്ലി എടുത്ത് നോക്കിയാലും അവരുടെ ഡയറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അവർ അത്രത്തോളം കൺട്രോൾ ആയിട്ടാണ് അവരുടെ ഡയറ്റ് കൊണ്ടുപോകുന്നത്. കാരണം 80%
ഡയറ്റും 20% വർക്കൗട്ടും. നമ്മൾ വർക്കൗട്ട് എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഉള്ളത്. 2 ടൈപ്പ് എന്നല്ല, 2 നമ്മൾ ചെയ്യണം. ഒന്ന് വന്നിട്ട് വെയിറ്റ് ട്രെയിനിങ്ങും, ഇന്നൊന്ന് വന്നിട്ട് കാർഡിയോ. കാർഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓടാൻ പോകുന്നത്, അതുപോലെ തന്നെ നടക്കാൻ പോവുക, സൈക്ലിംഗ് ചെയ്യുക, സ്വിമ്മിങ് ചെയ്യുക, അതൊക്കെ കാർഡിയോയിൽ പെടും. അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് വെച്ചാൽ നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്ന കാര്യങ്ങൾ വെയിറ്റ് ട്രെയിനിങ് പറയും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇങ്ങനൊരു മിസ്റ്റേക്ക്, നമുക്ക് റിസൾട്ടേ കിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോ ജിമ്മിലോ അല്ലെങ്കിൽ ഓടാനോ പോയിട്ട് വന്നിട്ട് നല്ല ടയേർഡ് ഉണ്ടാവും. ആ ടയേർഡിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കഴിക്കണു എന്നുള്ളതിലാണ് കാര്യം. നേരെ വന്നിട്ട് ജിമ്മിൽ പോയിട്ട് വന്നിട്ട് നേരെ മുട്ട കഴിക്കണോ, പാല് കുടിക്കണോ ഉള്ളവര് ഓക്കെ. അല്ലാണ്ട് ഞാനൊരു ചായയും കടിയും കുടിച്ചു, ചായയും വടയും ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണി കഴിച്ചു പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കാരണം നമ്മൾ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ബിരിയാണി കഴിച്ചു എന്ന് വെച്ചാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ കത്തിച്ച് കളയുന്ന കാലറിയും ബിരിയാണിയിലുള്ള കാലറിയും കൂടി ഈക്വൽ ആയിട്ട് നമ്മുടെ ഫാറ്റ് ലോസ് എന്നുള്ള ജേർണി നടക്കില്ല. ആ സംഭവം നടക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു 1.5 മണിക്കൂർ നടന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ചായയും ഒരു വടയും കൂടി കഴിച്ചാൽ രണ്ടും കൂടി ഈക്വൽ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫാറ്റ് ലോസ് ജേർണി നടക്കാത്തത്, എത്ര കഷ്ടപ്പെടും. അപ്പോ ഈ ഫാറ്റ് ലോസ് ഈ ജേർണിയിൽ കൂടുതൽ പേരും ഫെയിൽ ആവാൻ കാരണം എന്താ വെച്ചാൽ ഈ ഡയറ്റിൽ വരുന്ന പ്രശ്നമാണ്. ഈ ചിലവര് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പൊ എക്സാമ്പിൾ ചോറാണെങ്കിൽ ചോറ് ഫുള്ളായിട്ട് കഴിക്കാണ്ടാവുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്ത ഫുഡ് ആഡ് ചെയ്യുന്നവരുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 10-20 ദിവസം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് വെച്ച് നമ്മൾ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇഷ്ടമല്ലാത്ത ഫുഡ് ഇതാണ് നമ്മൾ ഇനി ഫുള്ള് കഴിക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അത് നിർത്തണവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ചോറ് കഴിച്ചിട്ടായിരിക്കും ജീവിച്ചിരിക്കുക. പെട്ടെന്ന് ചോറ് കഴിക്കാണ്ടാവുമ്പോഴും അതും പ്രശ്നം തന്നെയാണ്. സോ നമ്മൾ കുറവാക്കാം. ഇപ്പോ ചോറ് നമ്മൾ 2 ചട്ടി ചോറിനവരാണെന്ന് വെച്ചാൽ 2 കരണ്ടി കഴിക്കുക. അതുപോലെ കുറവാക്കുക. ഇഷ്ടമല്ലാത്ത ഫുഡ്, ഇപ്പൊ പ്രോട്ടീന് വേണ്ടി നമ്മൾ മുട്ട കഴിക്കണം. മുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ വേറെ എന്തിലാണ് പ്രോട്ടീൻ കിട്ടുക, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണോ അതെടുത്തിട്ട് അത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡയറ്റ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിലോട്ട് വരികയാണ്, അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് ബെല്ലി ഫാറ്റ് എങ്ങനെ കുറയ്ക്കാം, ആ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ എല്ലാവർക്കും ഓരോ ബോഡി ഫാറ്റ് പെർസെന്റേജ് ഉണ്ടാവും. ഇതാണ് അതിന്റെ ചാർട്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാം 20% താഴെയുള്ളവർക്ക് ബെല്ലി ഫാറ്റ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ബെല്ലി ഫാറ്റിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫാറ്റ് ബേണിംഗ് പ്രോസസ് എങ്ങനെയാണ് വർക്ക് ആവണമെന്ന് നോക്കണം. ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയോ എന്ത് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്തെ ഫാറ്റ് ഒക്കെ കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയുള്ളൂ. ഇപ്പൊ അതല്ലാണ്ട് നമ്മൾ ഡെയിലി ജിമ്മിൽ കാണാൻ പറ്റും, ഡെയിലി ആപ്സിന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. ഇവർക്കൊക്കെ മുതുക് വേന തന്നെ വരുള്ളൂ. അല്ലാണ്ട് അവിടുത്തെ മസിൽ മാത്രം, അവിടുത്തെ ഫാറ്റ് മാത്രം കുറയില്ല. കാരണം അവിടെയും മസിലുണ്ട്. നമ്മളിപ്പോ ബൈസെപ്സിന് വർക്കൗട്ട് ചെയ്താൽ എങ്ങനെ ഈ ഇവിടുത്തെ മസിൽ ബിൽഡ് ആവുമോ അതുപോലെ തന്നെ നമ്മുടെ 6 പാക്കിലുള്ള മസിൽസ് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. അല്ലാണ്ട് അവിടുത്തെ ഫാറ്റ് മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് കുറയില്ല. സോ ഇങ്ങനെ ഈ കാര്യം ഇപ്പോ 1 മാസം കൊണ്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാം, 10 ദിവസം കൊണ്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാം, മാജിക്കൽ ഡ്രിങ്ക് ഫോർ ബെല്ലി ഫാറ്റ് എന്നുള്ള പറയുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.